പുതുതായിട്ട് വീട് നിർമ്മിച്ചിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടായേക്കാവുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്ന് ഒരു പക്ഷേ വീടുകൾക്ക് ശേഷം ആദ്യമായി തോന്നുന്നത് തന്നെ ഏത് കപ്പാസിറ്റിയുള്ള ടാങ്കാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടാങ്കാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉണ്ടായേക്കാം. ഒരു പുതിയ വാട്ടർ ടാങ്ക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 1 ഉപഭോക്താക്കളുടെ എണ്ണം, 2 ജലലഭ്യത, 3 സ്ഥല ലഭ്യത. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന 3-4 പേരടങ്ങുന്ന ന്യൂക്ലിയർ ഫാമിലീസ് ആണെങ്കിൽ നമുക്ക് 700 മുതൽ 1000 ലിറ്റർ വരെ കപ്പാസിറ്റി. കുറച്ചുകൂടി ലാർജർ ഫാമിലി 5-6 പേരടങ്ങുന്ന ഒരു ലാർജർ ഫാമിലിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ 1500 മുതൽ 2000 വരെ കപ്പാസിറ്റിയും. കൂടാതെ കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത് ഫാക്ടറീസിലോ അല്ലെങ്കിൽ കൂടുതൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലോ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് 2000 ലിറ്ററിന് മുകളിൽ 10000 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള ടാങ്കുകളും ചൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അഭികാമ്യം. വാട്ടർ ടാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇനി ഒരു കൺസേൺ ആയിട്ട് വരുന്നത് ജലലഭ്യതയാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ കാണുന്ന രീതിയിൽ കിണർ അല്ലെങ്കിൽ വറ്റിപ്പോകാത്ത വാട്ടർ സോഴ്സസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് താരതമ്യേന ചെറിയ ടാങ്കുകൾ എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. വലിയ ടാങ്കുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് പൊതു ജല വിതരണ സംവിധാനം പോലെയുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുടിവെള്ള പദ്ധതി അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ആണ് നമുക്ക് ഉള്ളതെങ്കിൽ കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ള ടാങ്കുകളിലേക്ക് പോകുന്നതായിരിക്കാം നല്ലത്. കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിൽ ജലലഭ്യത കുറവുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്നും വെള്ളം ഈ പൈപ്പുകളിലൂടെ ഒന്നും ലഭിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. വാട്ടർ ടാങ്ക് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3ാമത്തെ ഘടകം അത് സ്ഥല ലഭ്യതയാണ്. റൂഫ് ഹൈറ്റ് ഒരു പ്രശ്നമായി വരുന്നില്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുകളെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്ന സ്റ്റാൻഡുകളുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൽഫ് ക്ലീൻ ടാങ്കുകൾ, അങ്ങനെയുള്ള ടാങ്കുകളെല്ലാം നമുക്ക് റൂഫ് ഹൈറ്റ് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് ഈസിയായി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന എല്ലാ വീടുകളിലും തന്നെ റൂഫിംഗ് ഷീറ്റ് ഉണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ പലയിടങ്ങളിലും ഹൈറ്റ് ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് റെക്ടാങ്കുലർ ലോഫ്റ്റ് ടാങ്കുകൾ, ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് ലോഫ്റ്റ് ടാങ്കുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ടാങ്കുകൾ ലഭ്യമാണ്. ഇങ്ങനെയുള്ള ടാങ്കുകളെല്ലാം പല കപ്പാസിറ്റിയിൽ 150 ലിറ്റർ മുതൽ അല്ലെങ്കിൽ 2000 ലിറ്റർ വരെയുള്ള കപ്പാസിറ്റികളിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. അങ്ങനെയുള്ള ടാങ്കുകളെല്ലാം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ സ്ഥാപിക്കുന്ന രീതിയിലുള്ള സെൽഫ് ക്ലീൻ ടാങ്കുകൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്നൊരു എക്സ്ട്രാ ബെനിഫിറ്റ്, ഇന്ന് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാട്ടർ ടാങ്കിന്റെ ക്ലീനിങ്. ഈ ക്ലീനിങ് നമുക്ക് സെൽഫ് ക്ലീൻ ടാങ്കുകൾ യൂസ് ചെയ്യുമ്പോൾ ആ ക്ലീനിങ് പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടുകയാണ്. ഇന്ന് പല വീടുകളിലും പുരുഷന്മാരോ അല്ലെങ്കിൽ ടാങ്കിൽ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ആളുകളൊന്നും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഉള്ള ലേബേഴ്സിന് ലഭ്യമല്ല. അപ്പൊ ഈ സെൽഫ് ക്ലീൻ ടാങ്കുകൾ വയ്ക്കുന്നതിലൂടെ നമുക്ക് വീട്ടിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും അത് ക്ലീൻ ചെയ്യാവുന്ന രീതിയിലുള്ള സംവിധാനത്തിലുള്ള ടാങ്കുകൾ എന്നും നമുക്ക് അവൈലബിൾ ആണ്.